വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക. നല്ലൊരു അനുഗ്രഹീതമായ സമയം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും എല്ലാം ഉണ്ടാകാൻ നമുക്ക് ആത്മാർത്ഥമായി കർത്താവിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടച്ച്, കരങ്ങൾ യാചനാപൂർവ്വം തുറന്നോ, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചോ, എങ്ങനെയാണ് നമുക്ക് സൗകര്യപ്രദമായിട്ട് ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഈശോയുടെ മുമ്പിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമയോടെ നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിന്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരെയും ഇപ്പോൾ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർമ്മ നന്ദി പറയുന്നു. നിന്റെ വചനം കേൾക്കാനും നിന്നിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാനും നീ തരുന്ന വലിയ അവസരത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഈശോയെ, നീയാണ് പുനരുത്ഥാനവും ജീവൻ. ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നിന്നിൽ ലയിക്കാനുള്ള ആഗ്രഹത്തോടെയാണ്. ഈശോയെ, മരണമല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ നിന്നിൽ വിശ്വസിച്ചുകൊണ്ടൊരു ജീവൻ ഞങ്ങളാണ്. മരണഭയം ഞങ്ങൾ എടുത്തു മാറി. മരിച്ചവരെക്കുറിച്ച് ആഴമായ പ്രത്യാശ ഞങ്ങൾക്ക് തരണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, സ്വർഗീയ മഹത്വത്തെക്കുറിച്ച്, ഈശോയോടൊത്തുള്ള ആനന്ദത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങൾ നീ ഞങ്ങൾക്ക് തരണം. ഈ നശ്വരമായ ലോകത്തിൽ നശ്വരമായവയിൽ പ്രത്യാശ വയ്ക്കാതെ അനശ്വരമായ നിത്യജീവന്റെ സൗഭാഗ്യത്തെ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുക ഞങ്ങൾക്ക് കൃപ തരണം. ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളെയും നീ ഏറ്റെടുക്കണം, വിശുദ്ധീകരിക്കണം. ഞങ്ങളിലുള്ള എല്ലാ ബന്ധനങ്ങളെ അഴിക്കണം. ലോകത്തോടുള്ള ഞങ്ങളുടെ ആകർഷകത്വങ്ങളെ, ലൗകിക വ്യഗ്രതകളെല്ലാം നീ നിർവീര്യമാക്കി തരണം. സ്വർഗീയമായൊരു അഭിഷേകം തരണം. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ തക്ക വിധമുള്ളൊരു കൃപയുടെ ജീവിതം ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മലാഖമാട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സ്വർഗീയമായ മഹത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് ഇന്ന് ധ്യാനിക്കാനായിട്ട് യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ ഒരു സുന്ദരമായ സംഭവം, ജീവന്റെയും മരണത്തിന്റെയും നാഥനാണ് ഈശോ എന്ന് തെളിയിക്കപ്പെട്ട സംഭവം. പ്രത്യേകിച്ച് നവംബർ മാസത്തില് നമ്മൾ സകല വിശുദ്ധരെയും സകല മരിച്ചവരെയൊക്കെ ഓർക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, സ്വർഗീയ മഹത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ എന്നാ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയെന്നൊക്കെ അറിയാതെയാണേലും ചിന്തിച്ചു പോവുകയും പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്.
അപ്പൊ ഈ വചനം നമുക്കൊരു പുത്തൻ ഉണർവ് അഭിഷേകം തന്നെ. പരിശുദ്ധാത്മാവാണല്ലോ വചനത്തിലൂടെ പ്രവർത്തിക്കുന്നത്. വചന ആത്മാവും ജീവനുമാണല്ലോ. അവിടെ ഈ സംഭവം നടക്കുന്നത് ബഥാനിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോൺ അകലത്തായിരുന്നു എന്ന് പറയുന്നത്. അത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഈശോ ജെറുസലേമിലേക്ക്, ഈശോയുടെ ഗലീലിയൻ ശുശ്രൂഷകൾ നടക്കുന്നു. മറ്റ് യൂദയായിലൂടെ ഈശോ സഞ്ചരിക്കുന്നു. ജെറുസലേമിൽ ഈശോ തിരുനാളുകളിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു. അപ്പോൾ യോഹന്നാന്റെ വിഷയം അനുസരിച്ച് 3 പ്രാവശ്യമെങ്കിലും ഈശോ ആ പരിശീവിത കാലഘട്ടത്തിൽ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ജെറുസലേമിൽ വരുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാരും അതിന്റെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി നമ്മൾ പറയുന്നത് ഈശോയ്ക്ക് ഒരു താമസ സ്ഥലം, ഒരു സൗഹൃദ ഭവനമായിരുന്നു. ഈശോ വസിച്ചിരുന്നൊരു വീട്, ലാസറിന്റെ വീട്. അത്രയ്ക്ക് ലാസർ ഈശോയും കൂട്ടുകാരായിരുന്നു, സ്നേഹിതനായിരുന്നു ലാസർ ഈശോയുടെ. അതാണ് സുവിശേഷത്തിൽ യോഹന്നാൻ ശ്ലീഹ പരിചയപ്പെടുത്തുന്നത്. ലാസർ എന്ന് പേരായ ഒരുവനുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് അവന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ് 3-ാമത്തെ വാക്യത്തില്, കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ ആളയച്ചു. അപ്പോൾ മർത്തായും മറിയവും ലാസർ എന്ന് പേരായ അവരുടെ സഹോദരൻ രോഗബാധിതനായപ്പോൾ ഈശോയുടെ അടുത്തേക്ക് ആളയക്കുക. ഇത് വേറെ എങ്ങോട്ടും വിടാതെ ഈശോയുടെ അടുത്തേക്ക് പറയാൻ കാരണം എന്താ? ആ കുടുംബത്തിന് ഈശോയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നുകൊണ്ടാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിഹാരം തേടി വേറെ ആരുടെ അടുത്തേക്കും അല്ല പോകേണ്ടത്, ഈശോയുടെ അടുത്തേക്ക് പോകേണ്ടത്. ഈശോയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിന് ഈശോയുമായിട്ട് ബന്ധം വേണം. എങ്കിലേ ഈശോയുടെ വിവരം പറയുള്ളൂ. ഈശോയുമായിട്ടുള്ളൊരു വ്യക്തിപരമായൊരു ബന്ധം, കുടുംബപരമായിട്ടുള്ളൊരു ബന്ധം ആ ബഥാനിയയിലെ വീട്ടുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരാളയച്ചു. ഈശോ ഗലീലിയൻ പ്രദേശത്തോട് നടക്കുമ്പോൾ യൂദയായിലേക്ക് പോകണം എന്ന് ചിന്ത പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാർത്ത അറിയിക്കുക, ഈശോയെ അങ്ങ് സ്നേഹിക്കുന്നവൻ ഇതാ രോഗബാധിതനായി. ഈശോയെ സ്നേഹിക്കുന്നവർക്ക് രോഗം വരികയില്ലെന്ന് അർത്ഥമില്ല, രോഗം വരുന്ന. എന്തിനാണെന്നറിയാവോ? ഈശോയെ സ്നേഹിക്കുന്നവർക്ക് രോഗം വന്നാലേ ഈശോയുടെ മഹത്വം വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ഈശോയെ സ്നേഹിക്കാത്തവർക്ക് രോഗം വന്നാൽ എങ്ങനെ ഈശോയുടെ അടുത്തേക്ക് വരും? ഈശോയ്ക്ക് എങ്ങനെ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ പറ്റും? ഈശോയെ സ്നേഹിക്കുന്നവർക്ക് രോഗം ഉണ്ടാകുമ്പോൾ ഈശോ പറയും, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കേണ്ടതിനുമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈശോ കേട്ടപാടെ പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഈശോ സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമ്പോൾ, ഈശോ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം, ഈശോയ്ക്ക് അവിടെ ഇടപെടാൻ വേണ്ടിയിട്ട് ഈശോ അനുവദിച്ചു തന്നിരിക്കുന്നതാണ് ഈ സാഹചര്യം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈശോ ഇടപെടണമെന്ന് ശാഠ്യം പിടിക്കും. എന്താ സംഭവിച്ചത്? ഈശോ ഈ കുടുംബത്തെയും അവിടെയുള്ള എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും ഈശോ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചിലവഴിച്ചു. വെയിറ്റ് ചെയ്യുക. കാരണം എന്തിനാ? ഈശോ സ്നേഹിക്കുന്നവന്റെ ജീവിതത്തിൽ ഈശോ വൈകിയേ ഇടപെടുകയുള്ളൂ. കാരണം താമസിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ പോവുക. കാരണം രോഗിയായിരിക്കുന്ന ലാസറിനെ സുഖപ്പെടുത്തുന്നതിനേക്കാൾ വലിയ മഹത്വം മരിച്ച് 4 നാൾ പിന്നിട്ട് ദുർഗന്ധം വമിക്കാൻ തക്കവിധമുള്ള സാഹചര്യം എന്ന് ലോകം മുഴുവൻ വിധി എഴുതുന്ന ലാസറിന്റെ കുഴിമാടത്തിങ്കിലെത്തി അവനെ ഉയർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹത്വം, അവൻ രോഗിയായി എന്ന് കേട്ട ഉടനെ പോയി അവനെ സുഖപ്പെടുത്തുമ്പോൾ ഉണ്ടാവില്ല എന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. 2 ദിവസം കൂടി താമസിച്ച് വീണ്ടും 2 ദിവസത്തെ യാത്ര പിന്നിട്ട് ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിയുമ്പോൾ ഈശോ
ബഥാനിയായിൽ എത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടാൻ സമയം നമ്മളല്ല നിശ്ചയിക്കേണ്ടത്. ഈശോയ്ക്കൊരു സമയമുണ്ട്. ഞാനും നിങ്ങളും ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനാണ് എങ്കിൽ, നമ്മൾ ഈശോയോട് ചേർന്നുള്ള ജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നീ ഇടപെടണേന്ന് നമ്മൾ പറഞ്ഞാലും ചിലപ്പോ ഈശോ ഇടപെടിയേല. എന്താണെന്നറിയാവോ? നമ്മൾ പറയുന്ന സമയത്ത് ഇടപെടുന്നതിനേക്കാൾ വലിയൊരു മഹത്വം ഈശോ ആഗ്രഹിക്കുന്ന സമയത്ത് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഉണ്ടാവുമെന്നറിയാവുന്നവൻ ഈശോ മാത്രമാണ്. അതുകൊണ്ട് ഏറെ നാളുകളായി ഞാൻ ഈശോയോട് പറഞ്ഞു മടുത്തു എന്ന് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മടുത്താലും അത് സാരമില്ല. ഈശോ വരേണ്ട സമയത്ത് വരിക തന്നെ ചെയ്യും. അവന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്. അവന്റെ മഹത്വം അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ വെളിപ്പെടാൻ നീ കാത്തിരുന്നേ മതിയാവൂ. അവൻ ഇടപെടുക തന്നെ ചെയ്യുമെന്ന് നീ വിശ്വസിച്ചേ മതിയാവൂ. ആ ഒരു അഭിഷേകമാണ് ഈ വചനത്തിലൂടെ ഇന്ന് നേടിയെടുക്കേണ്ടത്. കാത്തിരിക്കാൻ. വരുന്നത് എന്തുമാകട്ടെ അത് സ്വീകരിക്കാൻ. ഈശോ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പോയേക്കാം. അപ്പൊ ഈ ശിഷ്യന്മാർ ചോദിച്ചു, നീ എന്തോന്ന് പണിയാ കാണിക്കുന്നത്? 2 ദിവസമായിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇരുന്ന് ഇനി 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോയ ഒന്നാമത് അവിടെ ശിഷ്യന്മാരുള്ള കാര്യം പറഞ്ഞു. അവിടെ ഉള്ളവരൊക്കെ നിന്നെ കൊല്ലാൻ അന്വേഷിക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. പക്ഷെ നമ്മുടെ തോമാശ്ലീഹ മാത്രം ശക്തമായിട്ട് പറഞ്ഞു, നമുക്കും പോയേക്കാം, അവന്റെ കൂടെ പോയി മരിക്കാം. അങ്ങനെ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് ശിഷ്യന്മാർ ഈശോയും കൂടെ കൂടി ബഥാനിയയിലേക്ക് പോവാം. ബഥാനിയയിൽ ചെന്നപ്പോഴേക്കും ഈശോ വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞു. കാരണം ആ കുടുംബത്തെ അത്രയും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വീട്ടില് ലാസർ മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. പക്ഷെ ആ കുടുംബത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്ന ഈശോ ഈ വിവരം അറിഞ്ഞ് വരുവാണ്. ഒരു സ്നേഹിക്കുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണാം. ഒരു കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരാള്. നമ്മുടെയൊക്കെ വീട്ടില് പ്രിയപ്പെട്ടവരാരിലൊക്കെ മരിച്ചു കഴിയുമ്പോഴേക്കും അന്ന് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയാത്ത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലപ്പം പിതാക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ വൈദികരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം, ആരും ആവട്ടെ. അവർ വരുമ്പോഴേക്കും നമുക്കൊരു അയ്യോ അച്ഛൻ വരുന്നുണ്ട്, നമ്മുടെ പഴയ വികാരിയച്ഛൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ മെത്രാനച്ഛൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലെ ഈശോ വരുന്നുണ്ട്. കാരണം ഈശോ മർത്തായിക്കും മറിയത്തിന് ഈശോ സത്യമായി മിശിഹായാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അത്രയും ഈശോയെ അടുത്തറിയാമായിരുന്നു. മിശിഹായാണെന്ന് വിശ്വസിച്ചു വരുന്നു. പിന്നീട് വചനത്തെ നമ്മൾ കാണുന്നുണ്ട്. ഈ സമയത്ത് മർത്ത ഈശോയോ വരുമ്പോഴേക്കും ഓടി ചെന്നിട്ട് പറയാണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലാസർ മരിക്കുകയില്ലായിരുന്നു, എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കാരണം നീ മിശിഹായാണല്ലോ, നീ ആ രോഗത്തെ സുഖപ്പെടുത്തുമായിരുന്നു, നീ ഇല്ലാതെ പോയതാണ് ഇതിന്റെ കുഴപ്പത്തിനെല്ലാം കാരണം. അപ്പൊ അതുവരെ മാർത്തായിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈശോ രോഗികളെ സുഖപ്പെടുത്തും, പിശാചുക്കളെ ബഹിഷ്കരിക്കും, മരിച്ചവരെ ഉയർപ്പിക്കൂ എന്ന് അറിയത്തില്ലായിരുന്നു. അത് അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉള്ളൊരു വിശ്വാസം അത് മാർത്തായിക്ക് കിട്ടിയിട്ടുണ്ട് ഈശോയിൽ നിന്ന്. പക്ഷെ ഇങ്ങനെ അടയാളം ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം അടയാളമാണല്ലോ. ഈ ഒരു അടയാളത്തിലൂടെ ഈ അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ബോധ്യം കൊടുക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു എന്ന് മാർത്തായിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, പേടിക്കണ്ട, നമ്മുടെ ലാസർ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മാർത്ത പറഞ്ഞു, ശരിയാ, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം, അതിന് എനിക്കറിയാലോ, വിശ്വാസമുണ്ട്. അന്നേരം ഈശോ പറയാണ്, നോ, ഒരു വലിയ സത്യം പഠിപ്പിക്കുക, ഞാനാണ് പുനരുത്ഥാനം ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അന്ത്യദിനത്തിലെ പുനരുത്ഥാനം വരെ അവൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. അവൻ മരിച്ചാലും ജീവിക്കുന്നവനാണ്. ലാസർ ഉറങ്ങുകയാണ്. നമുക്കവനെ ഉണർത്തണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ് ഈശോയോട് എത്തി നിൽക്കുക. മൊത്തം ഒരു തമാശാണ്. മരിച്ചുപോയവൻ ഉറങ്ങുക എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ ഈശോയെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ഉറക്കമാണ്.
മരണം ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമല്ല പ്രിയപ്പെട്ടവരെ. ഉറങ്ങി ഉണരുന്നത് പോലെ ഈശോയിൽ വിശ്വസിക്കുന്നവൻ മരണമെന്ന ഉറക്കത്തിലൂടെ ദൈവത്തിന്റെ മുമ്പിൽ ഉണരുന്നവനായി മാറുകയാണ്. ഇതാണ് ഈശോ പറയുന്നത്, ഞാനാണ് പുനരുത്ഥാനം ജീവൻ. നീ വിശ്വസിച്ചിരിക്കുന്ന പഴയ കാര്യമുണ്ടല്ലോ, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത്, അത് അതിപ്പോ അടുത്ത് വന്നിരിക്കുന്നു. ദൈവരാജ്യം അടുത്തെത്തിയെന്നേ, ഞാനിതാ വന്നു കഴിഞ്ഞെന്നേ, ഞാൻ തന്നെയാന്നേ ഈ പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചവനല്ല, അവൻ മരിച്ചു കിടക്കുന്ന സമയത്തും അവൻ ജീവിക്കുന്നവനാണ് എന്റെ മുമ്പിൽ. അതുകൊണ്ട് മരിച്ചു പോയി എന്ന് നിങ്ങൾ പറയരുത്, മരിച്ച് കർത്താവിനോടൊത്തായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടനെ മാർത്ത എന്താ പറഞ്ഞേ? ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് മാർത്തായോട് ചോദിച്ചപ്പോൾ മാർത്ത പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഏറ്റുപറയല് നമുക്കെല്ലാവരും പാഠമാണ്. നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ മിശിഹായാണ്, അതിന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ മിശിഹായ്ക്ക് മരണത്തിന്റെ മേലും അധികാരമുണ്ട് എന്ന് കാണിക്കാൻ അടയാളമായിട്ടാണ് ലാസറിനെ ഉയർപ്പിച്ചത്. ലാസർ പിന്നീട് മരിച്ചുപോയി. പക്ഷേ മരണത്തിന്റെ മേലും മരിച്ചവരുടെ മേലും ഈശോയ്ക്ക് അധികാരമുണ്ടെന്നും അങ്ങനെ ഈശോ മരണത്തെ തോൽപ്പിച്ചുയർത്തു എന്ന സത്യം വിശ്വസിക്കാനും ഇന്നും ഈശോയോട് കൂടെ മരിക്കുന്നവരെല്ലാം ഈശോയുടെ കൂടെ ഉയർപ്പിക്കപ്പെടുമെന്നും വിശ്വസിക്കാനും ഈ അടയാളം കൂടി തരും. പിന്നീട് ഈശോ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മാർത്ത എന്ന് മറിയത്തോട് വിളിച്ച് പറയാണ്, ഇതാ ഗുരു ഇവിടെ എന്നത്, റബ്ബായി വന്നിട്ടുണ്ട്, നമ്മുടെ റബ്ബായി എത്തിയിട്ടുണ്ട്. സ്വകാര്യമായി ചെന്ന് പറഞ്ഞു, റബ്ബായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ മറിയവും കൂടി ചാടി എഴുന്നേറ്റ് ഓട്ടം. അപ്പോ നമ്മുടെയൊക്കെ പെട്ടെന്ന് ആ കാലത്തിൽ ഒരു സഹോദരങ്ങളൊക്കെ മരിച്ചുപോയ ചെറുപ്പക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര സങ്കടമാവുമല്ലോ. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ട് ഓടും. അപ്പോൾ ഒരു ബാലൻസ് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ കുഴിമാടമൊക്കെ ഇന്നത്തെ പോലെ നമ്മൾ പള്ളിയിൽ സിമിത്തേരിയൊന്നും അല്ലല്ലോ അടക്കുന്നത്, അവർ വീടിനോട് ചേർന്നൊക്കെയാണ്. അപ്പോൾ മറിയം എഴുന്നേറ്റ് ചാടി ഈശോയെ കാണാൻ വേണ്ടി പോയപ്പോഴേക്കും ആളുകളൊക്കെ വിചാരിച്ചു അവള് ശവക്കല്ലറയിലേക്ക് കരയാൻ പോവുകയാണ്. പക്ഷേ മറിയം ഈശോ അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈശോ വെയിറ്റ് ചെയ്യാണ്. മർത്ത വന്ന് അവളുടെ വിശ്വാസം പ്രഖ്യാപിച്ചു. ഈശോ വലിയ അടയാളം ചെയ്യാൻ പോവാം. അടയാളം ചെയ്യുന്നതിന് മുമ്പ് ചില കടമ്പകളൊക്കെ ഉണ്ട്. ഈ അടയാളം എവിടെയാണ് സംഭവിക്കേണ്ടത്? അത് സകലർക്കും വേണ്ടിയുള്ള അടയാളമാണെങ്കിലും പോലും സംഭവിക്കേണ്ട ഇടത്ത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടക്കണം. മർത്ത പ്രഖ്യാപിച്ചു, നീ ജീവനുള്ള വരാനിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന്. ഈ മറിയത്തിന്റെ പ്രഖ്യാപനം വരുവാണ്. മറിയവും വന്നിട്ട് ഇതുപോലെ തന്നെ പറയാണ്, ഈശോയെ, റബ്ബായി, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും ഈശോയ്ക്ക് ഭയങ്കര ഒരു ഫീലായി. ആ നെടുവീർപ്പോടുകൂടി ഈശോ ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ മറിയവും മർത്തായും വന്നിട്ട് ഈശോ മിശിഹായുടെ ആ പരമാധികാരത്തെ, നീ ഉണ്ടായിരുന്നെങ്കിൽ മരണത്തെ തടയാൻ പറ്റുമായിരുന്നു എന്നുള്ള അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചപ്പോൾ ഈശോ മരണം നടന്നു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് കുഴിമാടത്തിലേക്ക് പോവുകയാണ്. ഈശോ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ കല്ല് ഉരുട്ടി മാറ്റുക. കല്ല് ഉരുട്ടി മാറ്റിയപ്പോഴാണ് അത്ഭുതത്തിന്റെ വഴി തുറന്നത്. ഈശോ ഇതുപോലെ നമ്മളോടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പാപത്തിന് ചില കല്ലുകൾ, ചില തഴക്കദോഷങ്ങളുടെ കല്ലുകൾ
ചില മുറിവുകളുടെ വെറുപ്പിന്റെ കല്ലുകൾ ഇതെടുത്ത് മാറ്റിയാൽ ജീവൻ അവിടെ ഉണ്ടാവും. അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് വചനം ഉരുവിട്ടു, ലാസറേ പുറത്തു വരിക. മരിച്ചവൻ ജീവനോടെ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും നമ്മൾ ആരൊക്കെ മരിച്ചാലും അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവനും ഈശോ സ്നേഹിക്കുന്നവനും ഈശോയെ സ്നേഹിക്കുന്നവനും ആണെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. അവന്റെ ആത്മാവിനെ പുറത്തേക്ക് ഈശോ വിളിക്കും, എഴുന്നേറ്റ് എന്റെ അടുക്കിലേക്ക് വരിക. ലാസർ ജീവനോടെ തിരിച്ചു വന്നു. കെട്ടുകൾ അഴിച്ചു വിട്ടു. അവൻ പോകട്ടെ, ഫ്രീ ആകട്ടെ. ഇത് ലാസറിന്റെ ശാരീരികമായിട്ടുള്ള ഉയർപ്പാണെങ്കിൽ ഇതൊരു അടയാളമാണ് പ്രിയപ്പെട്ടവരെ. മരണം ഒന്നിന്റെ അവസാനം അല്ലെന്നും മരണം ഒരു ഉറക്കം മാത്രമാണെന്നും മരിക്കുന്നവരെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നും അവന്റെ മേലെ ഒരു കെട്ടും ഉണ്ടായിരിക്കല്ല എന്നും അവൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്വർഗീയ ആനന്ദത്തിന്റെ ജീവിതത്തിലാണെന്നും ഓർമ്മപ്പെടുത്തുന്ന അടയാളം. അതുകൊണ്ട് ഒത്തിരി പാഠങ്ങൾ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ പാഠം, നമ്മുടെ ജീവിതത്തിൽ ഈശോയോടുള്ള സ്നേഹവും ഈശോയുടെ സ്നേഹവും ഉണ്ടെങ്കിലും ചില പ്രതിസന്ധികളൊക്കെ ഈശോ അനുവദിക്കും. എന്തിനാണെന്നറിയാവോ? അത് ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചാലും ഈശോയോട് കാര്യങ്ങളൊക്കെ നിരന്തരം പറഞ്ഞാലും ഈശോ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. ഈശോ വീണ്ടും അവിടെ 2 ദിവസം കൂടെ തങ്ങി എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 2-3 വർഷങ്ങളും മറ്റും 10 വർഷങ്ങളും ഒക്കെ നീണ്ടുപോകും. മോനിക്ക പുണ്യവതി ഈശോയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞിട്ടാ അഗസ്തീനോസിന് മാറ്റം ഉണ്ടായത്. എന്തിനാണെന്നറിയാവോ? ആ മാറ്റം അതുപോലെ വലിയൊരു മഹത്വത്തിലേക്കാ. സഭയ്ക്കൊരു വലിയ മെത്രാനെ, സഭാ പ്രബോധകനെ, ഒരു വലിയ വിശുദ്ധനെ തരണമെങ്കിൽ ആ പ്രാർത്ഥന 14 കൊല്ലം നീളണമായിരുന്നു, കാത്തിരിക്കണമായിരുന്നു. അതിനുള്ളൊരു വിശ്വാസമുള്ളൊരു അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും വർഷങ്ങളായോ നീ പ്രാർത്ഥിക്കുന്നേ? ചിലപ്പോൾ രോഗത്തിന് വേണ്ടി, രോഗം മാറാനായിരിക്കാം, മക്കൾക്ക് വേണ്ടി ആയിരിക്കാം, ചില പ്രതിസന്ധികൾ അതിജീവിക്കാനായിരിക്കാം. പ്രാർത്ഥിച്ചു. കർത്താവിന്റെ സമയം വരെ കാത്തിരിക്കണം. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിട്ടുകൊടുക്കണം ജീവിതത്തെ. മൂന്നാമത്തെ കാര്യം, മരണം നമ്മളെ ഭയപ്പെടുത്തരുത്. ഈശോയുടെ കൂടെ മരിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയിൽ വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, ഈശോയിൽ വിശ്വസിച്ച് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈശോയുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്നേ. അവർ നമുക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ. അവർ ഈ ഭൂമി ജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഈശോയുടെ കൂടെ ഇരുന്ന്, ഈശോയുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് വിശ്വസിക്കണം. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അറിയാമെന്ന് പറഞ്ഞ മർത്തായോട് ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ അന്ത്യദിനം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, അവൻ മരിച്ചാലും എന്റെ കൂടെ ജീവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും, നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ സമൂഹത്തിൽ നിന്നോ ആര് മരിച്ചാലും അവരെല്ലാം ഈശോയുടെ കൂടെ ജീവിക്കാൻ തക്ക വിധത്തിൽ ഒരു നല്ല മരണത്തിലൂടെ ഈശോയിൽ വിശ്വസിച്ച്, ഈശോയുടെ കൂടെ ജീവിച്ച്, ഈശോയുടെ കൂടെ മരിച്ച്, ഈശോയുടെ കൂടെ വീണ്ടും ജീവിക്കുന്ന സ്വർഗീയ മഹത്വത്തിന്റെ ജീവിതത്തിലായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുവാനും ഈ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുമ്പോൾ ദൈവദൂതന്മാരോട് കൂടെ, വിശുദ്ധരോട് കൂടെ സ്വർഗീയ ആനന്ദത്തിന്റെ ആ മഹത്വത്തിൽ ആയിരിക്കാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം
അത് നമുക്ക് ആഗ്രഹിക്കാം, കൊതിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി. നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അവരൊക്കെ ഈ ആനന്ദത്തിലായിരിക്കുമ്പോൾ അവരിലൂടെ ഒഴുകുന്ന വലിയ ദൈവിക കൃപകളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും മരിച്ചവരെ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കുക. അവർ ഈശോയുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് ഒരു ആനന്ദ അനുഭവമാകട്ടെ. നമ്മുടെ കൂടെ വേണ്ടെന്നേ, ഈശോയുടെ കൂടെ അവരുണ്ട്. നമ്മുടെ കൂടെ ഉള്ളതിനേക്കാൾ എത്രയോ നല്ലതാ അവർ ഈശോയുടെ കൂടെ ആയിരിക്കുന്നത്. അപ്പൊ അവരിലൂടെ നമുക്ക് എന്തോ ഒരു അനുഗ്രഹം കിട്ടും. നമുക്ക് അവർ തരുന്ന, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിക്കോട്ടെ. അതിനകത്ത് മാത്രമല്ലോ, അതിലും വലിയ കാര്യങ്ങൾ ഈശോയുടെ കൂടെ ഇരുന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കും. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരും. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ അവരെ ഓർത്താൽ മതി. എല്ലാ കുർബാനയിൽ നമ്മൾ അതല്ലേ മരിച്ചവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. അവരുടെ സ്മരണയുണ്ടാകുമ്പോൾ അവരിലൂടെ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് ഈ ബോധ്യങ്ങൾ നമ്മളിൽ ആഴപ്പെടാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഇന്ന് പ്രശ്നങ്ങളുണ്ട്. ഈശോ ചിലപ്പോൾ അന്നേരം ഇടപെടിയാണ് അവകാശം കൊടുത്ത ഈശോ, നീ ഇഷ്ടമുള്ളത് വന്നാണ്. പക്ഷെ നീ വന്ന, നീ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നോ? ഈശോ വന്നു. ഈശോയുടെ അവിടെ സമയമുണ്ട്. ഇതിനെന്നറിയാമോ? മഹത്വത്തിന് വേണ്ടി. ഇത് ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ആ മഹത്വം വെളിപ്പെടാൻ വേണ്ടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ വേദനകൾ തന്ന്, ഞങ്ങളുടെ രോഗങ്ങൾ തന്ന്, ഞങ്ങളുടെ കഷ്ടതകൾ തന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ എല്ലാവരെയും എൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി തന്നുകൊണ്ട് എൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ അഭിഷേകം നിറയാൻ ഞങ്ങളൊന്നേറെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, പുനരുത്ഥാനം ജീവനുമായ ഈശോയെ, ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷിക്കുന്നവനുമായ ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അലട്ടുന്ന എല്ലാ രോഗപീഠകളെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. മരണം, ഭയം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക പീഡകളും വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Anointing in the name of Jesus. Hallelujah. ശിവേ ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Praise the Lord. Hallelujah. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ